10ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫോർട്ട് കൊച്ചിയിലെ ദ ഡെൽറ്റ സ്റ്റഡി സ്കൂളിലെ റയാൻ ചാൾസ് വിവേര അയച്ചു തന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്കിത് ഇന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം. ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ദ സം ഓഫ് ഹൂസ് സീറോസ് ഈസ് -5 ആൻഡ് പ്രൊഡക്റ്റ് ഈസ് 6. സമ്മ് -5 ആണ്, പ്രൊഡക്റ്റ് 6 ആണ്. സീറോസിന്റെ സമ്മ് -5, സീറോസിന്റെ പ്രൊഡക്റ്റ് 6. സീറോസ് നമുക്ക് ആൽഫയും ബീറ്റയും എന്ന് എടുക്കാം. സമ്മ് -5 ആണ്, പ്രൊഡക്റ്റ് 6 ആണ്. ആൽഫ പ്ലസ് ബീറ്റ -5 ആണ്, ആൽഫ ഇൻറ്റു ബീറ്റ 6 ആണ്. സം ഓഫ് സീറോസും പ്രൊഡക്റ്റ് ഓഫ് സീറോസും അറിയാമെങ്കിൽ പോളിനോമിയൽ എഴുതാനുള്ള ഒരു മെത്തേഡാണിത്. എക്സ് സ്ക്വയർ മൈനസ് സം ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ്. എന്നൂടി പറയാം, എക്സ് സ്ക്വയർ മൈനസ് സം ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ്. നമുക്കിവിടെ വാല്യൂസ് കൊടുക്കാം. എക്സ് സ്ക്വയർ മൈനസ് സം എന്ന് പറഞ്ഞാൽ -5 ആണ്, ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് 6 ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മൈനസും കൂടി പ്ലസ് ആകും. എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പോളിനോമിയൽ മാത്രമാണ്. അപ്പൊ ഇക്വേഷൻ വേണ്ട. പോളിനോമിയൽ ഇതാണ്. പോളിനോമിയൽ ഇതാണ്. എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6. ആ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇഫ് ഗ്രാഫ് ഓഫ് എ പോളിനോമിയൽ ഡസ് നോട്ട് ഇന്റർസെക്ട് ദ എക്സ് ആക്സിസ് ബട്ട് ഇന്റർസെക്ട്സ് y ആക്സിസ് ഇൻ 1 പോയിന്റ്, then number of zeros of the polynomial is equal to. അതായത് നമുക്കിവിടെ ഒരു പോളിനോമിയലിന്റെ ഗ്രാഫിനെ കുറിച്ചാണ് പറയുന്നത്. അത് എക്സ് ആക്സിസിൽ ഇന്റർസെക്ട് ചെയ്യുന്നേ ഇല്ല, ബട്ട് വൈ ആക്സിസിൽ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് സീറോസ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സപ്പോസ് ഇങ്ങനെ ഒരു ഗ്രാഫാണ് എന്ന് കരുതുക. അത് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്തിട്ടേ ഇല്ല, ബട്ട് വൈ ആക്സിസിൽ ഒരു പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സീറോസ് എത്രയാണ്? നമുക്ക് സീറോസ് കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്താൽ മാത്രമേ സീറോസ് ഉണ്ടാവുകയുള്ളൂ. എക്സ് ആക്സിസിൽ എത്ര പ്രാവശ്യം ടച്ച് ചെയ്തു? സപ്പോസ് ഇവിടെ ഒരു ഗ്രാഫ്, ഇങ്ങനെ ഒരു ഗ്രാഫ് പോയിരിക്കുന്നു. ഇത് എക്സ് ആക്സിസിൽ 1, 2, 3, 4, 5 പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രാഫിന്റെ നമ്പർ ഓഫ് സീറോസ് 5 ആണ്. ഈ ഗ്രാഫ് ടച്ച് ചെയ്തിട്ടേ ഇല്ല, വൈ ആക്സിസിൽ മാത്രം ടച്ച് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സീറോസ് ഇല്ല, 0 ആണ് എന്ന് പറയാം. ഓക്കെ, the value of k for which the system of equations x plus y minus 4 equal to 0 and 2x plus ky equal to 3 has no solution. അതായത് രണ്ട് ലീനിയർ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിന് നോ സൊല്യൂഷൻ ആണ്. അങ്ങനെയെങ്കിൽ കെയുടെ വാല്യൂ എന്തായിരിക്കും? തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷൻസും നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതിയിരിക്കുന്നു. എക്സ് പ്ലസ് വൈ മൈനസ് 4 ഈക്വൽ ടു 0, 2x പ്ലസ് കെ വൈ ഈക്വൽ ടു 3. നമുക്കിത് സ്റ്റാൻഡേർഡ് രൂപത്തിലേക്ക് ആക്കാം. ഈ 3യെ നമുക്കൊന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഫസ്റ്റ് ഇക്വേഷൻ ഓൾറെഡി സ്റ്റാൻഡേർഡ് രൂപത്തിലാണ്, അത് ഒന്നുകൂടി എടുത്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. 2x പ്ലസ് കെ വൈ മൈനസ് 3 ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷന് നോ സൊല്യൂഷൻ ആണ് എങ്കിൽ a1/a2 ഈക്വൽ ടു b1/b2 നോട്ട് ഈക്വൽ ടു c1/c2 ആയിരിക്കും. ഇങ്ങനെയാണ് അതിന്റെ കണക്ക്. a1/a2 ഈക്വൽ ടു b1/b2 ആയിരിക്കണം. എന്നാൽ c1/c2 ഈക്വൽ ആകാനും പാടില്ല. അതായത് a1/a2, a1 എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന്റെ കൂടെ 1 ഉണ്ട്, അതാണ് a1. ഇവിടെ എക്സിന്റെ കൂടെ 2 ഉണ്ട്. ഈ രണ്ടാമത്തെ ഇക്വേഷനിലെ എക്സിന്റെ കൂടെ ഉള്ള ആളാണ് a2. ഇവിടെ എക്സിന്റെ കൂടെ 1 ഉണ്ട്, ഇവിടെ k ഉണ്ട്. സോ 1/2, a1/a2 1/2 ഈക്വൽ ടു 1/k ആയിരിക്കണം. നോട്ട് ഈക്വൽ ടു -4/-3. നമുക്ക് ഈ വാല്യൂ നോക്കിയാൽ ഇത് ഈക്വൽ അല്ല എന്ന് മനസ്സിലായി. നമുക്ക് ആകെ കണ്ടുപിടിക്കേണ്ടത് ഈ കെ ആണ്. കെ കണ്ടുപിടിക്കാനായിട്ട് ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ മതി. ഇത് ഇക്വേറ്റ് ചെയ്യാനൊന്നുമില്ല. കെ ഇപ്പുറത്തേക്ക് വരുന്നു, 2 അപ്പുറത്തേക്ക് പോകുന്നു. k ഇൻറ്റു 1 k ഈക്വൽ ടു 1 ഇൻറ്റു 2 2. കെയുടെ വാല്യൂ 2. ഓപ്ഷൻ ഡി ആണ്. വിച്ച് ഓഫ് ഫോളോയിങ് ഈസ് നോട്ട് എ സൊല്യൂഷൻ ഓഫ് 3a പ്ലസ് ബി ഈക്വൽ ടു 12? നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. 3a പ്ലസ് ബി ഈക്വൽ ടു 12. ഇതിൽ ഏതാണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ അല്ലാത്തത്? ശ്രദ്ധിക്കണം. നമുക്ക് ആദ്യം 3യും കൊടുത്തു നോക്കാം. അതായത് എക്ക് 3 ബിക്ക് 3. ഓക്കെ, അപ്പൊ നമുക്ക് എക്ക് 3 കൊടുക്കാം, ബിക്ക് 3 കൊടുക്കാം. 3 ഇൻറ്റു 3 പ്ലസ് 3 ഈക്വൽ ടു 9 പ്ലസ് 3 12. അതായത് 12 ഈക്വൽ ടു 12. അപ്പൊ ഇത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു സൊല്യൂഷൻ ആണ്. സൊല്യൂഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് കൊടുത്തു നോക്കാം. എക്ക് 5 കൊടുക്കാം, ബിക്ക് -3 കൊടുക്കാം. എക്ക് 3 ഇൻറ്റു 5 പ്ലസ് ബിക്ക് -3 കൊടുത്തു. 3 5s ആർ 15 പ്ലസ് -3 എന്ന് പറഞ്ഞാൽ 15 - 3 എന്നർത്ഥം. അപ്പൊ 12. അപ്പൊ ഇവിടെയും 12, അവിടെയും 12. അപ്പൊ ഇതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇത് ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണ്. അടുത്ത നമുക്ക് ഇത് ഇട്ട് കൊടുത്ത് നോക്കാം. എക്ക് 4ഉം
ബിക്ക് 0. അപ്പോൾ 3 into 4 plus 0, 3 into 4 plus 0, 3 4s are 12 plus 0, 12 equal to 12. സോ അതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ ഒന്ന് ചെക്ക് ചെയ്യാം. 2ഉം 4ഉം കൊടുത്തു നോക്കാം. 3 into 2 plus 4, 3 into 2 plus 3 into 2 എന്ന് പറഞ്ഞാൽ 6, 6 plus 4 എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇവിടെ നമുക്ക് 10 കിട്ടും, പക്ഷെ അപ്പുറത്ത് എഴുതിയിരിക്കുന്ന 12 ആണ്, അത് ഈക്വൽ അല്ല. അപ്പോൾ ഇതാണ് സാറ്റിസ്ഫൈ ചെയ്യാത്തത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. സാറ്റിസ്ഫൈ ചെയ്യാത്തത് ഏതാണെന്ന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സൊല്യൂഷൻ. അപ്പൊ ഇത് മൂന്നും സൊല്യൂഷൻ ആണ്, ഇത് സൊല്യൂഷൻ അല്ല. നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇഫ് എ ആൻഡ് ബി ആർ ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് മൈനസ് ബി ഈക്വൽ ടു 0, ദെൻ ഫൈൻഡ് എ ആൻഡ് ബി. അതായത് എയും ബിയും ഈ ഇക്വേഷന്റെ റൂട്ടാണ്. സാധാരണ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് നമ്മൾ ആൽഫ എന്നും ബീറ്റ എന്നാണ് പറയുന്നത്. ആൽഫയുടെ സ്ഥാനത്ത് എ ആണ്, ബീറ്റയുടെ സ്ഥാനത്ത് ബി ആണ്. നമുക്കതൊന്ന് എഴുതാം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. അതിന്റെ റൂട്ടുകളാണ് എയും ബി എന്ന് പറഞ്ഞാൽ ആൽഫ എ ആയിട്ട് എടുക്കാം, ബീറ്റ ബി ആയിട്ട് എടുക്കാം. ഓക്കെ, നമ്മൾ സാധാരണ എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള ആള് എ, എക്സിന്റെ കൂടെയുള്ള ആള് ബി, ഈ പാർട്ട് സി എന്നാണ് എടുക്കാറ്, സ്മോൾ ലെറ്റർ ആണ് എടുക്കാറ്. പക്ഷേ ഇവിടെ ബി ആയിട്ട് വന്നിരിക്കുന്ന ആള് എയും സി ആയിട്ട് വന്നിരിക്കുന്ന ആള് മൈനസ് ബിയും ആയത് കാരണം ക്യാപിറ്റൽ എയും ബിയും സി എടുക്കാം. അപ്പൊ എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള ആള് ക്യാപിറ്റൽ എ, അത് 1 ആണ്. ഇവിടെ ഒന്നും ഇല്ലെന്ന് വിചാരിക്കരുത്, അവിടെ 1 ഉണ്ട്. എക്സിന്റെ കൂടെയുള്ള ആണ് ക്യാപിറ്റൽ ബി, അത് എ, സ്മോൾ ലെറ്റർ എ ആണ്. ഈ പാർട്ടാണ് ക്യാപിറ്റൽ സി, അത് മൈനസ് സ്മോൾ ലെറ്റർ ബി ആണ്. ഓക്കെ, ഇനി നമുക്കറിയാവുന്നത് സം ഓഫ് സീറോസ് നോക്കാം. സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു, ഇനി ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുള്ളൂ കേട്ടോ, മൈനസ് ബി ബൈ എ ആണെന്ന് എഴുതുന്നു. ഓക്കെ, അപ്പൊ ബി ഏതാണ്? ബി എ ആണ്. ക്യാപിറ്റൽ എ 1 ആണ്. അപ്പൊ മൈനസ് എ ബൈ 1 എന്ന് എഴുതാം. ഈ ആൽഫയും ബീറ്റയ്ക്ക് പകരം എയും ബിയും എന്നും കൊടുക്കാം. എ പ്ലസ് ബി ഈക്വൽ ടു മൈനസ് എ ബൈ 1. മൈനസ് എ ബൈ 1 എന്ന് പറഞ്ഞാൽ മൈനസ് എ തന്നെ. ഈ എ ഇപ്പുറത്ത് വരുമ്പോൾ അതും ഒരു മൈനസ് എ ആയിട്ടും ഇപ്പുറത്ത് വരും. ഇവിടുത്തെ ഈ മൈനസ് എ ബൈ 1 എന്ന് പറഞ്ഞാൽ മൈനസ് എ തന്നെ. മൈനസ് എയുടെ അടുത്തേക്ക് ഈ പോസിറ്റീവ് എ ഇപ്പുറത്തേക്ക് വരുമ്പോൾ അതും മൈനസ് എ ആവും. അപ്പൊ മൈനസ് എ ഈക്വൽ ടു മൈനസ് 2a. ഇതുവരെ നമ്മൾ എത്തി. ഏത് സം ഓഫ് സീറോസ് ചെയ്തപ്പോഴാണ് ഇതുവരെ എത്തിയത്. ഇനി നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ചെയ്യാം. പ്രൊഡക്റ്റ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു ക്യാപിറ്റൽ സി ബൈ ക്യാപിറ്റൽ എ. ഇവിടുത്തെ ആൽഫ എ ആണ്, ബീറ്റ ബി ആണ്, സ്മോൾ ലെറ്റർ ആണ്, ശ്രദ്ധിക്കുക. എ ഇൻറ്റു ബി ഈക്വൽ ടു ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞാൽ മൈനസ് ബി ആണ്, എ എന്ന് പറഞ്ഞാൽ 1 ആണ്, മൈനസ് ബി ബൈ 1. മൈനസ് ബി ബൈ 1 എന്ന് പറഞ്ഞാൽ മൈനസ് ബി തന്നെ. അതിനടുത്തേക്ക് ഈ ബി ഇങ്ങോട്ട് വരുന്നു. അപ്പൊ മൈനസ് ബി ഡിവൈഡഡ് ബൈ ബി എന്നാവും. മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കണം ബി, ഇവിടെ വരുമ്പോൾ ഡിവൈഡഡ് ആവും. നോക്കൂ, എ ഈക്വൽ ടു മൈനസ് ബിയുടെ അടുത്തേക്ക് ഈ ബി വരുന്നു, മൈനസ് ബി ബൈ ബി. അപ്പോൾ ബിയും ബിയും കട്ട് ചെയ്തു 1 ആവും. ബട്ട് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് 1 എന്ന് കിട്ടി. എയുടെ വാല്യൂ മൈനസ് 1 ആണെന്ന് കിട്ടി. ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മൈനസ് 2 ഇൻറ്റു ഈ എയുടെ വാല്യൂ ഇവിടെ കൊടുത്താൽ മതി, മൈനസ് 1 കൊടുത്താൽ മതി. ഓക്കെ, നോക്കൂ, ബിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു, മൈനസ് 2 ഇൻറ്റു എ, മൈനസ് 2 ഇൻറ്റു മൈനസ് 1. 2 മൈനസ് വരുമ്പോൾ പ്ലസ് ആവും. 2 ഇൻറ്റു 1 2. അപ്പോൾ എയുടെ വാല്യൂ മൈനസ് 1, ബിയുടെ വാല്യൂ 2. എയുടെ വാല്യൂ മൈനസ് 1, ബിയുടെ വാല്യൂ 2. ആ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. ഇവിടെ പറഞ്ഞിരിക്കുന്നു എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് ഇതിന്റെ ഒരു റൂട്ടാണ്. അങ്ങനെയെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുത്തെഴുതുന്നു. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അതേപോലെ എഴുതിയിരിക്കുന്നു. എക്സിന് 3 കൊടുത്താൽ ഇതിന്റെ ഒരു റൂട്ടാണെങ്കിൽ എക്സ് എന്നുള്ളത് 3 കൊടുത്താൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ നമുക്ക് എഴുതാം, എക്സിന് പകരം 3 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു കെ ഇൻറ്റു 3 മൈനസ് 6 ഈക്വൽ ടു 0. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6, പിന്നെ കെ മൈനസ് 6 ഈക്വൽ ടു 0. 6ൽ നിന്ന് മൈനസ് 6 കുറച്ചാൽ എത്ര കിട്ടും? പോസിറ്റീവ് 3. 3 മൈനസ് 6k ഈക്വൽ ടു 0. 3 അപ്പുറത്തേക്ക് പോകുന്നു. മൈനസ് 6k ഈക്വൽ ടു ഈ പോസിറ്റീവ് 3 ഇപ്പുറത്ത് വരുമ്പോൾ നെഗറ്റീവ് 3. k ഈക്വൽ ടു നെഗറ്റീവ് 3 ബൈ നെഗറ്റീവ് 6. ഇത് തമ്മിൽ ഈ നെഗറ്റീവ് വാല്യൂ കട്ട് ചെയ്തു പോകും. 3ഉം 6ഉം തമ്മിൽ കട്ട് ചെയ്തു പോകും. 1/2 എന്ന് കിട്ടും. കെയുടെ വാല്യൂ 1/2. ഓപ്ഷൻ ഡി. ഇത് എന്ത് ടൈപ്പ് ഇക്വേഷൻ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇത് എക്സ്പാൻഡ് ചെയ്യാം. എക്സ് പ്ലസ് 2 ദ ഹോൾ ക്യൂബ്. നമുക്കറിയാം ഇത് എക്സ്പാൻഡ് ചെയ്യുന്നത് എക്സ് പ്ലസ് 2 ദ ഹോൾ ക്യൂബ്, എക്സ്പാൻഡ് ചെയ്യുന്നത് എക്സ് ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3x സ്ക്വയർ ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു എക്സ്. ഇങ്ങനെയാണ് ഫസ്റ്റ് പേഴ്സൺ പ്ലസ് സെക്കൻഡ് പേഴ്സൺ ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു ഫസ്റ്റ് പേഴ്സൺ ക്യൂബ്
പ്ലസ് സെക്കൻഡ് പേഴ്സൺ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു ഫസ്റ്റ് പേഴ്സൺ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് പേഴ്സൺ പ്ലസ് 3 ഇൻറ്റു സെക്കൻഡ് പേഴ്സൺ സ്ക്വയർ ഇൻറ്റു ഫസ്റ്റ് പേഴ്സൺ. അപ്പൊ ഇത് ചെയ്തു വരുമ്പോൾ ഇങ്ങനെ ഇടുന്നു എക്സ് ക്യൂബ് പ്ലസ് 8 പ്ലസ് 3 ഇൻറ്റു 2 6 എക്സ് സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 12 എക്സ്. ഓക്കെ, ഇനി നമുക്ക് ഈ പാർട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. 2x ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 എന്നായിരുന്നു. അപ്പൊ 2x ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x ക്യൂബ് മൈനസ് 2x ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2x. ഓക്കെ, ഇനി ഇത് തമ്മിൽ ഈക്വേറ്റ് ചെയ്യാം. നോക്കൂ, അതായത് എക്സ് പ്ലസ് 2 ദ ഹോൾ ക്യൂബ്, അതായത് ഇത് ചെയ്തപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയത്. അത് ഈക്വൽ ടു 2x ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1, അത് എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഇതാണ് കിട്ടിയത്. അത് ഈക്വൽ ടുവിന്റെ അപ്പുറത്തിട്ട്. ഓക്കെ, ഇനി ഇതെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. എല്ലാ ആളുകളെയും അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇപ്പൊ ഇവിടെയുള്ള 2x ക്യൂബ് മൈനസ് 2x ഇവിടെയുണ്ട്. അപ്പുറത്ത് എക്സ് ക്യൂബ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് എക്സ് ക്യൂബ് പ്ലസ് 6x സ്ക്വയർ മൈനസ് 6x സ്ക്വയർ പ്ലസ് 12x മൈനസ് 12x പ്ലസ് 8 മൈനസ് 8 ആയി. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഇത് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതിയപ്പോൾ ഓർഡർ ആക്കിയിരുന്നിട്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയി. എക്സ് ക്യൂബിന്റെ ടൈം ആദ്യം എഴുതി, പിന്നെ എക്സ് സ്ക്വയറിന്റെ ടൈം എഴുതി, പിന്നെ എക്സിന്റെ ടൈം എഴുതി, നമ്പർ ടൈം അതിങ്ങനെ മാറ്റിയിട്ടാണ് എഴുതിയത്. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, നമുക്ക് ഇവിടെ കാണാം 2x ക്യൂബ് മൈനസ് 1x ക്യൂബ്. അതിന്റെ ആൻസർ വരുന്നത് 2x ക്യൂബിൽ നിന്ന് ഒരു എക്സ് ക്യൂബ് കുറച്ചാൽ 1x ക്യൂബ്. അപ്പൊ എക്സ് ക്യൂബ് എന്ന് എഴുതിയാൽ മതി. ഇനി നോക്കൂ കേട്ടാ, 6x സ്ക്വയർ അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതാം, മൈനസ് 6x സ്ക്വയർ. അപ്പൊ ഇത് പോയി കേട്ടാ. ഇനി നോക്കിയാൽ കേട്ടാ, ഇവിടെ മൈനസ് 2x ഉണ്ട്, മൈനസ് 12x ഉണ്ട്. അത് രണ്ടും കൂടി ചേർന്ന് മൈനസ് 14x ആവും. പിന്നെ ഉള്ളത് മൈനസ് 8 ആണ്. അപ്പൊ ഇത് ഒരു ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ അതൊരു ക്യൂബിക് ഇക്വേഷൻ ആണ്. ഓക്കെ, ഈക്വൽ ടു 0 എന്നുണ്ട് കേട്ടോ. ഇതൊരു ക്യൂബിക് ഇക്വേഷൻ ആണ്. ഇവിടെ ഓപ്ഷൻ നോക്കാം, ലീനിയർ ഇക്വേഷൻ ആണോ? അല്ല. നോട്ട് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല എന്ന് പറയാം. നമുക്ക് ബാക്കിയും കൂടി നോക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പൊ ഇതല്ല നോട്ട് ഡിഫൈൻഡ് എന്ന് പറയാൻ പറ്റുമോ? ഏത് ഇക്വേഷൻ ആണെന്ന് കൃത്യമായിട്ട് അറിയാം. ക്യൂബിക് ഇക്വേഷൻ. അപ്പൊ ഇതുമല്ല, ഇതാണ് ആൻസർ. നോട്ട് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒരു ട്രിക്കി ആയിരുന്നു. ഇഫ് p മൈനസ് 1 p പ്ലസ് 3 3p മൈനസ് 1 ആർ ഇൻ എ പി, ദെൻ p ഈസ് ഈക്വൽ ടു, അതായത് ഒരു എ പി ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എ പിയുടെ ഒന്നാമത്തെ ടേം, രണ്ടാമത്തെ ടേം, മൂന്നാമത്തെ ടേം. അങ്ങനെയാണെങ്കിൽ p എത്രയായിരിക്കും? നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ടേമും മൂന്നാമത്തെ ടേമിന്റെയും കൂടി ആവറേജ് എടുത്താൽ നമുക്ക് രണ്ടാമത്തെ ടേം കിട്ടും. അങ്ങനെ ഒരു പരിപാടി എ പിയിലുണ്ട്. മനസ്സിലാക്കുക. ഈ നടുക്കത്തെ ടേം കിട്ടാനായിട്ട് ഇപ്പുറത്തെയും കൂടി ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് കിട്ടും. നമുക്ക് ആ ടെക്നിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അതായത് p മൈനസ് 1ഉം ഇപ്പുറത്തുള്ള 3p മൈനസ് 1ഉം കൂടി ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈ നടുക്ക് കിടക്കുന്ന p പ്ലസ് 3 കിട്ടും. പഠിച്ചോട്ടാ. ഒരു എ പിയുടെ 3 ടേം ആണെങ്കിൽ അതിന്റെ നടുക്കത്തെ ടേം കിട്ടാനായിട്ട് ഇതിന്റെ ആവറേജ് എടുത്താൽ മതി. ആവറേജ് എന്ന് പറഞ്ഞാൽ ഇത് 2 കൂടി ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെ വരുമെന്ന് നോക്കാം. p ഉണ്ട്, 1p ഉണ്ട്, 3p ഉണ്ട്. ഇത് 2 കൂടി 4p ആകും. മൈനസ് 1 ഉണ്ട്, മൈനസ് 1 ഉണ്ട്. അപ്പൊ മൈനസ് 2 ആകും. ഈ 2നെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഈ 2 അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് പോയി. അപ്പൊ 2 ഇൻറ്റു ഇത് 2 ഇൻറ്റു ബി 2p, 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് 2 ഇൻറ്റു 3 6. ഓക്കെ, 2p അങ്ങോട്ട് വരട്ടെ, മൈനസ് 2 ഇങ്ങോട്ട് വരട്ടെ. 4p മൈനസ് 2p ഈക്വൽ ടു 6ന്റെ അടുത്തേക്ക് മൈനസ് 2 ചെല്ലുമ്പോൾ പ്ലസ് 2. അതായത് 4pയിൽ നിന്ന് 2p കുറച്ചാൽ 2p ഈക്വൽ ടു 8. p ഈക്വൽ ടു 8/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. 4 എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ദാറ്റ് ഈസ് ദ ആൻസർ. ഇത് വേണമെങ്കിൽ രണ്ടാമത്തെ ടേം മൈനസ് ഒന്നാമത്തെ ടേം ഈക്വൽ ടു മൂന്നാമത്തെ ടേം മൈനസ് രണ്ടാമത്തെ ടേം എന്ന രീതിയിലും ചെയ്യാം. ബട്ട് കുറച്ചും കൂടി എളുപ്പം ഇതാണ്. നമുക്ക് ടൈം സേവ് ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. ട്രിക്ക് ഓർക്കുക. ഇതും കൂടി ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് കിട്ടും. ഓക്കെ, ഒരു എ പിയുടെ കോമൺ ഡിഫറൻസ് 3 ആണെന്ന് തന്നിട്ടുണ്ട്. എ പിയുടെ കോമൺ ഡിഫറൻസ് D3 ആണെന്ന് തന്നിട്ടുണ്ട്. A20 മൈനസ് A15 ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് എഴുതാം A20 മൈനസ് A15. A20 എന്ന് പറഞ്ഞാൽ A പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി, അതായത് 20 നിന്ന് 1 കുറച്ച് ഡി, അതായത് 19d മൈനസ് A15 എന്ന് പറഞ്ഞാൽ A പ്ലസ്
15 1 കുറച്ച് ഡി 14 ഡി. ഇത് ഒറ്റ ടേമാണ്. അപ്പോൾ മൈനസ് ഇവിടെ വന്നേക്കണോണ്ട് ബ്രാക്കറ്റ് ഇടണം. ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. നോക്കൂ, എ പ്ലസ് 19 ഡി. ഈ മൈനസ് ഇനി ഉള്ളിലേക്ക് കൊടുക്കണം. അതായത് ഇതിനും കൊടുക്കണം, ഇതിനും കൊടുക്കണം. അപ്പൊ എന്താവും? ഇത് മൈനസ് എ ആകും, ഇത് മൈനസ് 14 ഡി ആകും. പോസിറ്റീവ് എയും നെഗറ്റീവ് എയും കട്ട് ചെയ്തു പോകും. 19 ഡിയിൽ നിന്ന് 14 ഡി കുറക്കുന്നു. 19 ഡിയിൽ നിന്ന് 14 ഡി കുറച്ചാൽ 5 ഡി കിട്ടും. ഡി അവര് തന്നിട്ടുണ്ട് 3 ആണ്. 5 into 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 15. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഒരു എ പിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എ തന്നിട്ടുണ്ട്, ടി തന്നിട്ടുണ്ട്, എ എൻ തന്നിട്ടുണ്ട്. അതിന്റെ n 20 ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം. അതായത് എ 10 ആണ്, ടി 5 ആണ്, എ എൻ 95 ആണ്. അങ്ങനെയാണെങ്കിൽ n 20 ആയിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് ഇത് പല രീതിയിൽ ചെയ്യാം. ഞാനിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എ എന്നിന്റെ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുകയാണ്. എ എൻ A20 ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ഇത് വെച്ച് കാണാമല്ല, എയും ഡിയും അറിയാല്ല. ഓക്കെ, 20ാമത്തെ ടേം ആണോ ഇത്? നോക്കാം. എ പ്ലസ് n മൈനസ് 1 into ഡി. അതായത് എ ഇവിടെ 10 ആണ്. 20 നിന്ന് 1 കുറക്കുക എന്ന് പറഞ്ഞാൽ 19 into ഡി എന്ന് പറഞ്ഞാൽ 5. 10 പ്ലസ് 19 into 5 എന്ന് പറഞ്ഞാൽ 95 ആണ്. അത് ആഡ് ചെയ്യുമ്പോൾ 105 എന്ന് കേട്ടത്. അതായത് 20ാമത്തെ ടേം 105 ആണ്. അത് തെറ്റാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു 90 ആണ് എ എൻ, 20 ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ഇനി രണ്ടാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? റീസൺ പറഞ്ഞിരിക്കുന്നു ദ ഫോർമുല ഓഫ് ജനറൽ ടേം എ എൻ ഈസ് എ എൻ ഈക്വൽ ടു എ പ്ലസ് n മൈനസ് 1 into ഡി. എ എന്നിന്റെ ഫോർമുല ഇതാണ്, എ പ്ലസ് n മൈനസ് 1 into ഡി. കറക്റ്റ് ആണ്. അതായത് ഇവിടെ അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് ആണ്, അസേർഷൻ റോങ് ആണ്. അങ്ങനെ വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അസേർഷൻ എ ഈസ് ഫാൾസ് ബട്ട് റീസൺ ആർ ഈസ് ട്രൂ. ഓക്കെ, സെക്ഷൻ ബിയിലെ പ്രോബ്ലം ചെയ്യാം. 2 മാർക്കാണ്. താഴെ ഒരു ABCD എന്ന് പറയുന്ന ഒരു റെക്ടാങ്കിൾ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. റെക്ടാങ്കിൾ ആണെങ്കിൽ ഈ സൈഡിന് ഈക്വൽ ആയിരിക്കും ഈ സൈഡ്, അതായത് x പ്ലസ് വൈ ഈക്വൽ ടു 30. അതേപോലെ ഈ സൈഡിന് ഈക്വൽ ആയിരിക്കും ഈ സൈഡ്, x മൈനസ് വൈ ഈക്വൽ ടു 14. അത് വെച്ച് നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കാം. നോക്കൂ, തന്നിരിക്കുന്നു ABCD റെക്ടാങ്കിൾ ആണെന്ന് തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ x പ്ലസ് വൈ ഈക്വൽ ടു 30, x മൈനസ് വൈ ഈക്വൽ ടു 40. ഇക്വേഷൻ 1 ഉം 2 ആയിട്ട് എടുത്തിരിക്കുന്നു. എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ എടുത്തു? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ റെക്ടാങ്കിൾ. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായി ഇങ്ങനെ എഴുതി കാര്യങ്ങളൊക്കെ എഴുതി വെച്ചില്ലെങ്കിൽ അവർ നമുക്ക് ഫുൾ മാർക്ക് തരില്ല. നമുക്ക് പ്രതീക്ഷിക്കുന്ന മാർക്ക് നമുക്ക് കിട്ടില്ല. പ്രോബ്ലം ചെയ്യാൻ നമുക്ക് അറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എഴുതി വെക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതി വെക്കണം. നോക്കൂ, ഈ 2 ഇക്വേഷനും തമ്മിൽ ആഡ് ചെയ്താൽ തന്നെ ഇവിടെ പോസിറ്റീവ് വൈ ആണ്, ഇവിടെ നെഗറ്റീവ് വൈ ആണ്. ഇത് ക്യാൻസൽ ആയി പോകും. അപ്പൊ ഞാനിത് ആഡ് ചെയ്യാണ്. ഇക്വേഷൻ 1 ഉം ഇക്വേഷൻ 2 ഉം കൂടി ആഡ് ചെയ്യാണ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സും കൂടി ആഡ് ചെയ്യുമ്പോൾ 2x, പ്ലസ് വൈയും മൈനസ് വൈയും ആഡ് ചെയ്യുമ്പോൾ 0 ആയി പോകും. അത് എഴുതുന്നില്ല. ഇത് ആഡ് ചെയ്യുമ്പോൾ 44 എന്ന് കിട്ടും. അതായത് 2x ഈക്വൽ ടു 44 ആണെങ്കിൽ x ഈക്വൽ ടു 44/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 22 സെന്റിമീറ്റർ ആയിരിക്കും എക്സ്. ഇനി നമുക്ക് y കണ്ടുപിടിക്കണം. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. സ്ഥലമില്ലാത്ത ഞാൻ ഇവിടെ ചെയ്യാണ്. x പ്ലസ് വൈ ഈക്വൽ ടു 30. അതായത് എക്സിന്റെ വാല്യൂ കിട്ടി 22 പ്ലസ് വൈ ഈക്വൽ ടു 30. y കണ്ടുപിടിക്കാൻ 30 മൈനസ് 22 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ. ഓക്കെ, എക്സ് 22 സെന്റിമീറ്റർ, y 8 സെന്റിമീറ്റർ. ഇവിടെ പറഞ്ഞിരിക്കുന്നു ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ 4x² plus 4x plus 1. Then form a quadratic polynomial whose zeros are 2 alpha and 2 beta. തന്നിരിക്കുന്നു ഈ പോളിനോമിയലിന്റെ സീറോസ് ആണ് ആൽഫയും ബീറ്റയും. വേറെ ഒരു പോളിനോമിയൽ ഉണ്ട്, അതിന്റെ ആൽഫ ഡാഷ് എന്ന് കൊടുക്കാം. അത് 2 ആൽഫയാണ്. മറ്റേ പോളിനോമിയലിന്റെ ബീറ്റ ഡാഷ് എന്ന് പറയുന്നത് ഇപ്പുറത്തതിന്റെ 2 ആണ്, 2 ബീറ്റയാണ്. ഈ പോളിനോമിയൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് നമ്മൾ ഈ പോളിനോമിയലിന്റെ ആൽഫയും ബീറ്റയും കണ്ടുപിടിക്കാം. ഈ ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ഇൻറ്റു ബീറ്റയും കണ്ടുപിടിക്കാം. നമുക്ക് കണ്ടുപിടിക്കാം
ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിക്കാം. അതായത് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ. മൈനസ് ഓഫ് ബിയുടെ വാല്യൂ 4 ആണ്. എക്സിന്റെ കൂടെ കിടക്കുന്ന ആളാണ് ബി. ബി ബൈ എ എക്സ് സ്ക്വയറിന്റെ കൂടെ കിടക്കുന്ന ആളാണ് എ ഈക്വൽ ടു -1. ഇനി ഇവിടുത്തെ പ്രൊഡക്റ്റ് ഓഫ് സീറോസും കണ്ടുപിടിക്കാം. ആൽഫ ഇൻറ്റു ബീറ്റ കണ്ടുപിടിക്കാം. അത് സി ബൈ എ ആണ്. സി എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ സി 1 ആണ്. 1/4. ഓക്കെ, 1/4 ആണ്. ഈ പോളിനോമിയലിന്റെ ആൽഫ ഇൻ പ്ലസ് ബീറ്റ -1 ആണ്. ഈ പോളിനോമിയലിന്റെ ആൽഫ ഇൻറ്റു ബീറ്റ 1/4 ആണ്. ഇനി നമുക്ക് ഈ പോളിനോമിയൽ എങ്ങനെ എഴുതും? ഈ പോളിനോമിയൽ എഴുതാനായിട്ട് ഇങ്ങനെയാണ് എഴുതുക. എക്സ് സ്ക്വയർ മൈനസ് ആൽഫ ഡാഷ് പ്ലസ് ബീറ്റ ഡാഷ് ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ഡാഷ് ഇൻറ്റു ബീറ്റ ഡാഷ്. അതാണ് ഈ പോളിനോമിയൽ. നമുക്ക് ഇവിടെ ആൽഫ ഡാഷ് പ്ലസ് ബീറ്റ ഡാഷ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇതാ ആൽഫ ഡാഷ് പ്ലസ് ബീറ്റ ഡാഷ് ഈക്വൽ ടു ആൽഫ ഡാഷിന് പകരം 2 ആൽഫ എന്ന് കൊടുക്കുക പ്ലസ് ബീറ്റ ഡാഷിന് പകരം 2 ബീറ്റ എന്ന് കൊടുക്കുക. അപ്പോൾ 2 നമുക്ക് അങ്ങ് പുറത്തെടുത്തിട്ട് ആൽഫ പ്ലസ് ബീറ്റ എന്ന് എഴുതാം. നോക്കൂ, ആൽഫ പ്ലസ് ബീറ്റ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. -1 ആണ്. അപ്പൊ ഇവിടെ ആ -1 ഇട്ട് കൊടുക്കുക. ഈ -1 ഇവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അതായത് 2 ഇൻറ്റു -1 അതായത് -2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണേ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ആൽഫ ഡാഷ് പ്ലസ് ബീറ്റ ഡാഷ് ചെയ്തു വന്നപ്പോൾ നമുക്ക് കിട്ടിയത് -2 ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കണം. ആൽഫ ഇൻറ്റു ബീറ്റ ചെയ്യാം. ആൽഫ ഡാഷ്, ആൽഫ ഇൻറ്റു ബീറ്റ അല്ല, ആൽഫ ഡാഷ് ഇൻറ്റു ബീറ്റ ഡാഷ് ചെയ്യാം. ആൽഫ ഡാഷിന് പകരം നമ്മൾ 2 ആൽഫ എന്ന് കൊടുക്കും. 2 ആൽഫ ഇൻറ്റു ബീറ്റ ഡാഷിന് പകരം 2 ബീറ്റ എന്ന് കൊടുക്കുക. അപ്പോൾ 2 ഇൻറ്റു 2 4 ആൽഫ ബീറ്റ എന്ന് കിട്ടും. ശ്രദ്ധിച്ചോ, 4 ആൽഫ ബീറ്റ എന്ന് കിട്ടും. 4 ഇൻറ്റു ആൽഫ ബീറ്റക്ക് പകരം നമുക്ക് ഈ വാല്യൂ ഇട്ട് കൊടുക്കാം. അതായത് ആൽഫ ഡാഷ് ഇൻറ്റു ബീറ്റ ഡാഷ് ഈക്വൽ ടു 4 ഇൻറ്റു 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഒരു കാര്യം സെറ്റായി. ആൽഫ ഡാഷ് ഇൻറ്റു ബീറ്റ ഡാഷ് 1 ആണ്. ഇനി ഇത് ഇവിടെ ഈ ഫോർമുലയിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് വരുന്നു. ഫൈനൽ ആൻസർ ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, അതായത് എക്സ് സ്ക്വയർ മൈനസ് ആൽഫ ഡാഷ് പ്ലസ് ബീറ്റ ഡാഷ് ഇൻറ്റു എക്സ്. ആൽഫ ഡാഷ് പ്ലസ് ബീറ്റ ഡാഷ് എന്ന് പറഞ്ഞാൽ -2 ആണ്. -2 ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ഡാഷ് ഇൻറ്റു ബീറ്റ ഡാഷ് അത് 1 ആണ്. ഇതാണ് നമ്മുടെ പോളിനോമിയൽ. ഇത് ഒന്നുകൂടി ഭംഗിയാക്കി ഇവിടെ എഴുതാം. എക്സ് സ്ക്വയർ ഈ 2 മൈനസും കൂടി പ്ലസ് ആകും. 2x പ്ലസ് 1. റൈറ്റ്. ഇതാ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ നേച്ചർ ഓഫ് റൂട്ട് കണ്ടുപിടിക്കണം. നേച്ചർ ഓഫ് റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിസ്ക്രിമിനന്റ് കാണണം. നമുക്ക് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതാം. 4x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 3 ഈക്വൽ ടു 0. എയും ബിയും സി എഴുതാം. എ എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള ആള് 4, ബി എക്സിന്റെ കൂടെയുള്ള ആള് 6, സി കോൺസ്റ്റന്റ് പാർട്ട് 3. നമുക്ക് ഡിസ്ക്രിമിനന്റ് കാണാം. ഡിസ്ക്രിമിനന്റ് എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ മൈനസ് 4ac. ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 4 ആണ്. സി എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 36 മൈനസ് 4 4s ആർ 16. 16 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 48 ആണ്. ഇത് എഴുതി വരുമ്പോൾ -2 ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട, ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ, <0 ആണെങ്കിൽ അതിന് അതിന്റെ നേച്ചർ ഓഫ് റൂട്ട് പറയുകയാണെങ്കിൽ നോ റിയൽ റൂട്ട്. നമുക്ക് എഴുതി അവസാനിപ്പിക്കാം. ഡിസ്ക്രിമിനന്റ് നമുക്ക് കിട്ടിയത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ 0യേക്കാൾ ചെറുതാണ്. അങ്ങനെ വന്നാൽ നോ റിയൽ റൂട്ട്സ്. നോ റിയൽ റൂട്ട്സ്. 0 ആണെങ്കിൽ 2 ഈക്വൽ റൂട്ട്സ്. പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ 2 ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്. നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ നോ റിയൽ റൂട്ട്സ്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നു ഒരു ബാഗില് ടോട്ടൽ 94 കോയിൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ 5 രൂപയുടെ കോയിൻ കുറെ ഉണ്ട്. അതേപോലെ തന്നെ 2 രൂപയുടെ കോയിനും ഉണ്ട്. എല്ലാം കൂടി എത്ര ഉണ്ടെന്ന് അറിയില്ല. എല്ലാം കൂടി ഓരോന്നും സെപ്പറേറ്റ് എത്ര ഉണ്ടെന്ന് അറിയില്ല. 2 കോയിനും കൂടി ആകെ 94 കോയിൻസ് ഉണ്ട്.
ഇതിനകത്തുള്ള പൈസ എല്ലാം കൂടി കൂട്ടി നോക്കിയപ്പോൾ 308 രൂപയും ഉണ്ട്. അപ്പൊ എത്ര കോയിൻ വീതം ഇവിടെ ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മൾ പ്രോബ്ലം ആരംഭിക്കുന്നത് എത്ര കോയിൻ ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 5 രൂപയുടെ കോയിൻ എക്സ് എണ്ണം ഉണ്ടെന്ന് കരുതുന്നു. നമ്മൾ അങ്ങനെ എടുക്കുകയാണ്. 2 രൂപയുടെ കോയിൻ വൈ എണ്ണം ഉണ്ടെന്ന് കരുതുന്നു. അപ്പൊ ടോട്ടൽ 94 കോയിൻ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം എഴുതാം, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 94. ടോട്ടൽ 94 കോയിൻ ഉണ്ട്. ഇനി നമുക്കറിയാം ഈ 5 രൂപയുടെ കോയിൻ എക്സ് എണ്ണം ഉണ്ടെങ്കിൽ 5 ഇൻറ്റു എക്സ് പ്ലസ് 2 രൂപയുടെ കോയിൻ വൈ എണ്ണം ഉണ്ടെങ്കിൽ 2 ഇൻറ്റു വൈ ഈക്വൽ ടു ആ എമൗണ്ട് 308 ഉണ്ട്. അപ്പൊ 5 രൂപയുടെ കോയിൻ 2 എണ്ണം ഉണ്ടെങ്കിൽ 5 ഇൻറ്റു 2 എന്നല്ലേ നമ്മൾ എടുക്കുക. അപ്പൊ 5 രൂപയുടെ കോയിൻ എത്ര ഉണ്ടെന്ന് അറിയില്ല, എക്സ് എന്നാണ് കൊടുത്തത്. അപ്പൊ 2 ഇൻറ്റു എക്സ് എന്ന് കൊടുക്കണം. 2 രൂപയുടെ കോയിൻ എത്ര ഉണ്ടെന്ന് അറിയില്ല, വൈ എന്ന് എടുത്തത്. അപ്പൊ 2 ഇൻറ്റു വൈ ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് 300. ഇതാണ് നമ്മുടെ 2 ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷനിൽ ഇതിനെ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് എഴുതാം, ഇതിനെ രണ്ടാമത്തെ ഇക്വേഷൻ എഴുതാം. ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ഈ ഒന്നാമത്തെ ഇക്വേഷനെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 2y ആവും. അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം. 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു വൈ 2y ഈക്വൽ ടു 2 ഇൻറ്റു 94 എന്ന് പറഞ്ഞാൽ 188. ഓക്കെ, ഇത് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ ആക്കി എടുക്കുക. നമുക്ക് ഇവിടെ ചെയ്യാവുന്ന ഒരു കാര്യം, ഇത് തമ്മിൽ മൈനസ് ചെയ്യുകയാണെങ്കിൽ ഇത് ക്യാൻസൽ ആയി പോകും. അതായത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യണം. 3 മൈനസ് 2. അപ്പൊ മൈനസ് ചെയ്യണതിന് പകരം ഒരു പരിപാടിയുണ്ട്, സൈൻ ചേഞ്ച് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. അതും മൈനസ് ചെയ്യണതിന് തുല്യമാണ്. ഏതിൻ്റെ ആ സൈൻ ചെയ്യേണ്ട, മൈനസ് ചെയ്യേണ്ട ഏതാണോ അതിൻ്റെ സൈനും ചേഞ്ച് ചെയ്യണം. അപ്പൊ ഇവിടെ 5x മൈനസ് 2x കൂടി ആഡ് ചെയ്യും. ഇനി ആഡിങ് ആണ്. അപ്പൊ കിട്ടുന്നത് പോസിറ്റീവ് 3x. ഇവിടെ നോക്കൂ, പോസിറ്റീവ് 2y നെഗറ്റീവ് 2y കൂടി ആഡ് ചെയ്താൽ 0 ആയി പോകും. അത് എഴുതുന്നില്ല. അപ്പോൾ ഇത് തമ്മിൽ മൈനസ് ചെയ്യണം. 308 മൈനസ് 108 കൂടി ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. ഞാൻ വലുത് 308 ചെറുത് 188 നിന്ന് കുറച്ചപ്പോൾ 120 കിട്ടി. വലുതിന്റെ ചിഹ്നം പോസിറ്റീവ് ആണ്, 120 എന്ന് കിട്ടി. എക്സ് കണ്ടുപിടിക്കാനായിട്ട് 120 ഡിവൈഡഡ് ബൈ 3 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 40 എന്ന് കിട്ടും. അപ്പൊ 5 രൂപയുടെ കോയിൻ 40 എണ്ണം ഉണ്ടെന്ന് മനസ്സിലായി. ഇനി 2 രൂപയുടെ കോയിൻ കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷനിലേക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാം. എക്സ് പ്ലസ് വൈ 94 ആണ് എന്നറിയാം. അതായത് എക്സിന് പകരം 40 പ്ലസ് വൈ ഈക്വൽ ടു 94. അപ്പൊ വൈ കണ്ടുപിടിക്കാനായിട്ട് 94 മൈനസ് 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 54. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ ആൻസർ. ഒന്ന് എടുത്ത് എഴുതണം. നോക്കൂ, നമ്പർ ഓഫ് റുപ്പീസ് 5 കോയിൻ 40 എണ്ണം ഉണ്ട്. നമ്പർ ഓഫ് റുപ്പീസ് 2 കോയിൻ 54 എണ്ണമുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, ദ ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 4. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1 ബൈ ആൽഫ പ്ലസ് 1 ബൈ ബീറ്റ മൈനസ് ആൽഫ ബീറ്റ. ഇത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പോളിനോമിയലിന്റെ സീറോസ് ആണ് ആൽഫയും ബീറ്റയും. നമുക്ക് അതൊന്ന് എഴുതാം. ഈ പോളിനോമിയല് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്ത് അതേപോലെ എഴുതിയിരിക്കുന്നു. ഇതിന്റെ സീറോസ് ആണ് ആൽഫയും ബീറ്റയും. അപ്പൊ നമുക്ക് സം ഓഫ് സീറോസ് കാണാം. ആൽഫ പ്ലസ് ബീറ്റ കാണാനായിട്ടുള്ള ഫോർമുല നമുക്കറിയാം. ഒന്ന് എഴുതി വെച്ചേക്കിട്ട് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ, ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു സി ബൈ എ. നോക്കൂ, മൈനസ് ബി മൈനസ് ഓഫ് ബിയുടെ വാല്യൂ -1 ആണ്. ഇവിടുത്തെ എക്സിന്റെ കൂടെയുള്ള ആളാണ് ബി. അത് നെഗറ്റീവ് എടുക്കണം, -1. അപ്പൊ മൈനസ് ഓഫ് -1 ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടി പോസിറ്റീവ് ആവും. പോസിറ്റീവ് 1 ബൈ 1 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 1. ഇനി നമുക്ക് ആൽഫ ഇൻറ്റു ബീറ്റ കാണാം. ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ സി ബൈ എ ആണ്. സി എന്ന് പറഞ്ഞാൽ -4 ബൈ 1 ആണ്. ഓക്കെ, -4 ബൈ 1 ഈക്വൽ ടു -4. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റയും കിട്ടി, ആൽഫ ഇൻറ്റു ബീറ്റയും കിട്ടി. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് വരാം. എന്താണ് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1 ബൈ ആൽഫ പ്ലസ് 1 ബൈ ബീറ്റ മൈനസ് ആൽഫ ബീറ്റ കണ്ടുപിടിക്കാനാണ്. നമുക്ക് ഇവരെ രണ്ടുപേരെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാം. ഇതുകൊണ്ട് ഇങ്ങോട്ട്, ഇതുകൊണ്ട് ഇങ്ങോട്ട്, ഇത് രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് താഴ്ത്തും. ഓക്കെ, അപ്പോൾ ബീറ്റ പ്ലസ് ആൽഫ ബൈ ആൽഫ ബീറ്റ മൈനസ് ആൽഫ ബീറ്റ. നോക്കൂ മക്കളെ, ബീറ്റ ഇൻറ്റു 1 ബീറ്റ പ്ലസ് ആൽഫ ഇൻറ്റു 1 ആൽഫ, ആൽഫ ഇൻറ്റു ബീറ്റ ആൽഫ ബീറ്റ ഈക്വൽ ടു ഇവിടെയുള്ള മൈനസ് ആൽഫ ബീറ്റ. ഒന്നുകൂടി ഇത് എഴുതാം.
ഇത് വേണമെങ്കിൽ ഒന്ന് നമുക്ക് തിരിച്ചെഴുതാമല്ലോ. ഇതിന് ആദ്യം കൊണ്ടുവന്ന് എഴുതാം ആൽഫ പ്ലസ് ബീറ്റ ബൈ ആൽഫ ബീറ്റ മൈനസ് ആൽഫ ബീറ്റ. ഓക്കെ, നമുക്ക് വാല്യൂ കൊടുക്കാം. ആൽഫ പ്ലസ് ബീറ്റ ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആൽഫ പ്ലസ് ബീറ്റ 1 ആണ്. കൊടുക്കാം, ഇവിടെ 1 എന്നിട്ട് കൊടുക്കാം. 1 ബൈ ആൽഫ ഇൻറ്റു ബീറ്റ -4 ആണ്. ആൽഫ ഇൻറ്റു ബീറ്റ -4 ആണ്. മൈനസ് ആൽഫ ഇൻറ്റു ബീറ്റ തന്നെ -4 കൊടുക്കണം. അപ്പോൾ ഇത് വിൽക്കണം, ഈ മൈനസ് മുകളിലേക്ക് -1/4 പ്ലസ് 4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 4 4s are ഇതിങ്ങനെ 1 ഇൻറ്റു -1 പ്ലസ് 4 4s are 16 ഡിവൈഡഡ് ബൈ 4. ഒന്നുകൂടി പറയാം. 1 ഇൻറ്റു -1 പ്ലസ് 4 ഇൻറ്റു 4 16 ഡിവൈഡഡ് ബൈ 4 -1 പ്ലസ് 16. അപ്പോൾ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം, അതായത് പോസിറ്റീവ് 15 ഡിവൈഡഡ് ബൈ 4. ദിസ് ഈസ് അവർ ആൻസർ. ഈ ചോദ്യ പേപ്പർ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയി പോകും. സമയം പോലെ അടുത്തൊരു വീഡിയോയിൽ നമുക്കത് ചെയ്യാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഏതെങ്കിലും ക്വസ്റ്റ്യന് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് നമ്പറിൽ എഴുതി അറിയിക്കാവുന്നതാണ്. സമയം പോലെ ഞാനത് നിങ്ങൾക്ക് മറുപടി ഒരു വീഡിയോ രൂപത്തിൽ നൽകുന്നതായിരിക്കും.